ഹലോ മൈ ഗായ്സ്, രാവിലെ തന്നെ നീച്ച് ഫോൺ സർവീസ് സെന്റർക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് സംഭവിച്ചെന്ന് വെച്ചാല് ഫോണിന്റെ ബാറ്ററി അടിച്ചു. നമ്മളെ കൂട്ടുകാരനായ സഹീറിനെ കാണാൻ പോയിട്ടാ. ഇതാണ് വള്ളിക്കപ്പറ്റ MSFന്റെ ട്രഷറർ. അങ്ങനെ നമ്മൾ വരുന്നതിനായിട്ട് അവന് വാതിലൊക്കെ നമുക്ക് തുറന്നു തന്നിട്ടാ. അങ്ങനെ നമ്മൾ അവന്റെ പേരന്റെ ഉള്ളിൽ ഇമ്മിയും വാപ്പിയും പെങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ ഓനെന്നെ ഉള്ളൂ. അങ്ങനെ ഓൻ ഉണ്ടാക്കി തന്ന ചായ ഒക്കെ കുടിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവന്റെ നാട്ടിലെ തൂക്കുപാലത്ത് കട്ട പിന്നെ പോയത്. ഇവിടെ ആദ്യം തൂക്കുപാലം ഉണ്ടായിട്ടാ, അത് ഏതൊരു പ്രളയത്തിൽ ഒളിച്ചോയപ്പോ പിന്നെ പുതിയ ഉണ്ടാക്കിയ തൂക്കുപാലട്ടാ. അങ്ങനെ ഞങ്ങൾ അതും പാടി കാണാൻ. ഈ തൂക്കുപാലം പാടിയും കൂട്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ എത്ര തൂക്കുപാലുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും. അക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ഞങ്ങൾ നടന്നു നോക്കി. പാലത്തിന്റെ അടിയിലൂടെ ഒഴുകുന്ന പുഴ കേട്ടോ, കടലുണ്ടി പുഴ. അത് നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ പോയത് പെങ്ങളെ വീട്ടിൽ കാട്ടാ. ഇതാണ് പെങ്ങളെ ചെറിയ കുട്ടി. ഡിഗ്രിയാണെന്നൊന്നും അംഗനവാടിക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം എന്താ, അവന്റെ കാലുമ്പോ ചോര വരുന്നുണ്ട്. കുറച്ചതിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടെണ്ണം പുറത്തിരുന്ന് ആടുന്നു. അങ്ങനെ കുറച്ചേരം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ചു. ഒരാളിതാ വള്ളിച്ചാട്ടം എടുത്ത് ചാടാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചാണ്ട് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ നമ്മൾ കുളത്തേക്ക് കുളിക്കാൻ പോവാണ്. പുല്ലഞ്ചേരി വേട്ടയെക്കൂടുള്ള ഡാമാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് ആദ്യം തന്നെ പറയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച കുളമാണ്. അപ്പൊ സൂക്ഷിച്ച് നിങ്ങൾ കുളിക്കണടിയിൽ കണ്ട കാഴ്ചയാണ് ഒരു വാപ്പ മോളെ നീന്തലടിപ്പിക്കുന്നത്. അല്ലെങ്കിലും വാപ്പാന്റെ സ്നേഹം എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മളെ നാട്ടിലത്തെ തട്ടാന്റെ കടി പോയിക്കാണ് നമ്മൾ വെള്ളിമൂതിരൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് ബാക്കി പിന്നെ